ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുത്ത് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഇപ്പോഴും എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുത്തിട്ട് വേഗം തന്നെ ഒന്ന് കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ചൂടും അതുപോലെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും വേനൽക്കാലം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടുന്നതായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം മഴ ഇടയിൽ പെയ്തിട്ടേ ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ. അങ്ങനെ ഞാൻ അതിന് ശേഷം വന്നിട്ട് കുറച്ച് ചെറുപയർ വേവിക്കാനിടുന്നുണ്ട് കേട്ടോ. വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ നമുക്കതൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ ഇന്നലെ ചെറുപയർ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ പാത്രത്തിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെല്ലാം ആക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ അടുക്കള ഉള്ളിലേക്ക് തന്നെ മാറ്റിയിട്ടോ. എന്താ പറഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമ്മൾ പുറത്ത് കുക്ക് ചെയ്തു കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമൊക്കെ ആയിരുന്നു കുക്ക് ചെയ്യാനും എല്ലാത്തിനും. പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മൾ ഓരോരോ സാധനം ഇവിടുന്നെടുത്ത് അവിടെ കൊണ്ട് വെച്ച് പിന്നെ കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അത് കുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ പാത്രം കഴുകി വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നാലും നമുക്കൊരു സുഖമായിരുന്നു കേട്ടോ പുറത്ത് കുക്കിംഗ് ചെയ്യുന്നത്. പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മളിതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആൾക്ക് കറക്റ്റായിട്ട് ഓഫീസിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ടൈം എടുത്തു. നമ്മൾ ഇവിടെ ആകുമ്പോൾ ടക്കെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേഗം വേഗം അവിടെ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ. പുറത്ത് നമുക്ക് ഒരെവിടുന്ന് വേറെവിടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് ലേറ്റായി വന്നപ്പോൾ ഞാൻ തന്നെ പിന്നെ വിചാരിച്ചു കുറച്ച് ആവി അടിച്ച് പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് തന്നെ നമ്മുടെ കുക്കിംഗ് മാറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മൾ മത്തനാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇത്ര നേരം. അത് കുക്കറിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടാ, പിന്നെ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മത്തൻ നന്നായിട്ട് വെന്ത് കുഴഞ്ഞോട്ടെ കേട്ടോ, കുഴപ്പമില്ല, അങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് മിറ്റം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിറ്റം അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പാഞ്ചുക്കുട്ടി, നമ്മുടെ റൗലിക്കുട്ടി, നമ്മുടെ പൈക്കോക്കുട്ടനൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ പോയല്ലോ നമ്മുടെ അവിടുന്ന്. ആകെ ഒരു സങ്കടമായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ അതിന് ശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ മത്തൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇളമ്പ് മത്തൻ, നല്ല പച്ച മത്തൻ, നല്ല സ്വീറ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ നന്നായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ മത്തനിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറും മത്തനും കൂടെ ഇങ്ങനെ ഉടച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുപയർ നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ, പാകം പോലെ വെന്താൽ മതി. മത്തൻ ശരിക്കും നന്നായി വെന്തോട്ടെ കേട്ടോ, അപ്പോഴാണ് ഇതിന് കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടാറുള്ളത്. അങ്ങനെ രണ്ടും കൂടെ കിടന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പച്ച തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഈ കറി വയ്ക്കുമ്പോൾ നല്ല ഇളമ്പ് പച്ച മത്തൻ നോക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് ചെറിയുള്ളി ചേർത്ത് നമ്മുടെ മുട്ടക്കോസ് അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് നമ്മുടെ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മുട്ടക്കോസ് ഒന്ന് ചെറുതായി തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെന്ത് വന്നതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ ഒരു 1/2 കപ്പ് വേവിച്ചത് നമ്മുടെ മത്തൻ ഉടച്ചതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ മുട്ടക്കോസിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ഇത് രണ്ടും കൂടെ ചെറിയ തീയിൽ കുറച്ച് നേരം കിടന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് റെഡി ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു മാങ്ങ മുറിച്ച് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂട്ടാൻ്റെ കൂടെ നമ്മുടെ മാങ്ങയും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഈ മാങ്ങ നമ്മൾ അടിച്ച് വരുമ്പോൾ നല്ല മഞ്ഞ കളറിലിരിക്കേണ്ട, സാധാരണ നമ്മൾ മാങ്ങ അടിക്കുന്ന കളറായിരിക്കില്ല, ഒരു പ്രത്യേകതരം കളറും ഒരു പ്രത്യേകതരം ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് നല്ലപോലെ തൊലി ചെത്തിയിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ചണ്ടി ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൽ കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു പച്ചമുളകൊക്കെ ചേർത്ത് കേട്ടോ. പക്ഷേ അതൊന്നും ഇവിടെ ഈ കുട്ടികൾക്ക് ചേർത്താൽ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക കളറും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഇത് എന്ത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ മാങ്ങയുടെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ നല്ല പച്ച കളറിൽ വെള്ളം പോലെയൊക്കെയല്ലേ ഇരിക്കുക, ഇതൊരു യെല്ലോയിഷ് കളറിലാണ് കേട്ടോ ഇരിക്കാറുള്ളത്. അങ്ങനെ നമ്മളിതൊക്കെ ചെയ്തപ്പോഴേക്കും നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടല്ലേ, അപ്പോൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് അതങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഏട്ടനും അക്ഷയും ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ജ്യൂസ് കുടിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, എന്നാലും വെള്ളദാഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പാഞ്ചിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. രാവിലെ ഞാൻ എണീക്കുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് പാലൊക്കെ കൊടുത്തു കേട്ടോ. നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവൾ എന്താ പറഞ്ഞാൽ അത്രയും നായിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. നായിനെ കൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ട്, അവൾക്കും കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ എത്ര നന്നായി നോക്കിയാലും നായിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം കാരണം അവൾക്കും കുട്ടികളെ കൊണ്ടുപോകുന്ന നല്ല വിഷമമുണ്ട് തോന്നുന്നു കേട്ടോ. ഇന്ന് രാവിലെ പാല് കുടിക്കാൻ വന്നിട്ട് തന്നെ ഒരു ഭാഗത്ത് നിൽക്കുകയല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നതേ ഇല്ല കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മയും മക്കളും ഇവിടെ ഉള്ള സമയത്ത് അങ്ങനെയല്ല, പാല് കൊടുക്കുമ്പോഴും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കും കേട്ടോ. ഇന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയല്ലാണ്ട് നമ്മുടെ കൂടെ വന്നതേ ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ പാലൊക്കെ ചൂടാക്കി അവൾക്ക് കുടിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക, കുട്ടികൾ കുഴപ്പമൊന്നുമില്ല, നന്നായി ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ രണ്ടുപേരും കൂടെ പോയി കുട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും പോയി കുട്ടികളെ ഇന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അവർ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നത് പറഞ്ഞാൽ നായിൻ്റെ ശല്യം കാരണം കൊണ്ടാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു പൂച്ചക്കുട്ടി മരിച്ചു പോയല്ലോ ഈ നായി പിടിച്ചിട്ട്. അപ്പോൾ ഇനിയും അതുപോലെ ഒരു കാഴ്ച കാണാൻ നമുക്ക് ആവില്ല. എന്താ പറഞ്ഞാൽ അത് പോയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് താങ്ങാനാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അവരെവിടെ ഇരിക്കണവർ അവിടെ നന്നായി ഇരുന്നോട്ടെ, അവരുടെ ആയുസിനൊന്നും ഒരു കേടില്ലാണ്ടിരിക്കട്ടെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടികളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നത്. ഞങ്ങൾ കാണാൻ മുമ്പ് രണ്ടാളും കൂടെ ഒരേ കളിയിട്ടോ. പിന്നെ കൊണ്ടുപോയി ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ പോയ സ്ഥലത്ത് അവർ നന്നായി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ പാഞ്ചു അവിടെയൊക്കെ പോകുന്നതാണ്, അതുകൊണ്ട് അവർ കുട്ടികളെ നന്നായി നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. തൽക്കാലം അവർ ഒരു സ്ഥലം മാറി അവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് എടുത്തിട്ട് വരാണ്ടിരുന്നത്. എന്താ പറയുക, നായ്ക്കൾ വന്ന് നമ്മുടെ ഉള്ളിൽ വരെ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ നമുക്ക് അവരെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ ഇരുത്താം. പക്ഷേ പാഞ്ചു ഇങ്ങനെ കൂട്ടിലൊന്നും ഇരിക്കുന്ന ഒരു ഇതല്ലല്ലോ. പാഞ്ചു ഇതുപോലെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പൂച്ചയല്ലേ, അതുകൊണ്ട് അവൾ കൂട്ടിലാക്കിയാലും അവൾ അവിടെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെയൊന്നും ഇരുത്താണ്ട് ഫ്രീ ആയി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമുക്കിത് നോക്കിയിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ആ കുട്ടി പോയത് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടാണ്. അപ്പോൾ പിന്നെ അവരെവിടെയായാലും നമ്മുടെ 4 വീട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ പാഞ്ചും കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ പോയി ഒന്ന് കണ്ടിട്ട് വരാമല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് ആയുസിന് കേടില്ലാണ്ട് ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പോയി കണ്ടു എടുത്തിട്ട് വരാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് അവരെ കണ്ടിട്ട് വരാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് നമ്മുടെ പൂച്ചക്കുട്ടികളെ കൊണ്ടുവരാണ്ട് അവിടെ തന്നെ തൽക്കാലം നിൽക്കട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. പാഞ്ചു വരുന്നുണ്ട്, വന്നാൽ തന്നെ അവൾ അധികം നേരം നമ്മുടെ അവിടെ നിൽക്കുന്നില്ല. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഇപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. എന്താ പറയുക, കുട്ടികളില്ലാത്ത കാരണമാണ് തോന്നുന്നു അവൾ ഭക്ഷണം കഴിക്കാത്തത്. കുട്ടികൾ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കൊടുത്താൽ അവർ കഴിച്ച് കഴിഞ്ഞിട്ടേ ഇവൾ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവൾക്കും നമ്മളവിടെ നിന്ന് പോയതുകൊണ്ട് ഒരു വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ
കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാത്തത് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏകദേശ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കൽ, പാത്രം കഴുകൽ, അതുപോലെ നമ്മൾ എന്താ പറയുക ഭക്ഷണം കഴിക്കൽ, ഏട്ടന് ഭക്ഷണം ആക്കൽ, അങ്ങനെയുള്ള എല്ലാ ജോലികളും തുടയ്ക്കൽ ഇതെല്ലാം നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പികളും കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ ഉച്ചയ്ക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.